विहारी जय गोपी जनवल्लभा गिरिवरधारी जय गोपी जनवल्लभा गिरिवरधारी यशोदानंदन व्रजगन रंजन यशोदानंदन यमुना तीरावनचारी यमुना तीरावनचारी जय राधा माधवा कुंज विहारी जय गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तीरावनचारी यमुना तीरावनचारी राधा माधवा कुंज विहारी जय राधा माधवा कुंज विहारी जय गोपी जन वल्लभा गिरिवरधारी जय गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तीरावनचारी जय राधा माधवा कुंज विहारी जय गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यमुना तीरावनचारी जय राधा माधवा कुंज विहारी जय राधा माधवा कुंज विहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण हरे हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभुपादा प्रभुपादा श्रील प्रभुपादा
जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा जय गौर हरि बोल हरि बोल हरि बोल जय गौर हरि बोल जय गौर हरि बोल हरि बोल हरि बोल जय गौर हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिंधु दीनबंधो जगत्पदे गोपेश गोपिका कांद राधा कांद नमोस्तुते। सप्त कांचन गौरांगे राधे वृंदावनेश्वरी वृषभानुसुदेवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യ ഈശ്വരം ഹരി ഓം തസത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. വിഭൂതി യോഗം എന്ന 10ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഭഗവാൻ തന്റെ വിവിധ തരത്തിലുള്ള വിഭൂതികളെ പറ്റിയിട്ട് അർജുനന് നമുക്കെല്ലാവർക്കും വിവരിച്ചു തരുന്നത് ആണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 25 നോക്കാം. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മി ഏകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മി ഏകം അക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മി ഏകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മക്ഷരം യജ്ഞാനായ വയജ്ഞോസ്മി സാവരാണാം ഹിമാലയഃ. ഹരേ കൃഷ്ണ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. ഹരേ കൃഷ്ണ.
കൃഷ്ണ മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനായ യജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാന്റെ വിവർത്തനം ഭാവാർത്ഥം. മഹർഷിണാം, മഹർഷികളിൽ വെച്ച്, ഭൃഗുവും, ഗിരാം, സ്പന്ദനങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ വാക്കുകളിൽ വെച്ച്, ഏകം അക്ഷരം, അഭൗതികമായ ഓംകാരവും പ്രണവവും, യജ്ഞാനാം, യജ്ഞങ്ങളിൽ വെച്ച്, ജപയജ്ഞ, തിരുനാമ ജപവും, സ്ഥാവരാണാം, സ്ഥാവരങ്ങളിൽ വെച്ച്, ചലിക്കാത്തവയിൽ വെച്ച്, ഹിമാലയ, ഹിമാലയ പർവ്വതവും, അഹം അസ്മി, ഞാനാകുന്നു. മഹർഷികളിൽ വെച്ച് ഭൃഗുവും, സ്പന്ദനങ്ങളിൽ വെച്ച് അഭൗതികമായ ഓംകാരവും, യജ്ഞങ്ങളിൽ വെച്ച് തിരുനാമ ജപവും, സ്ഥാവരങ്ങളിൽ വെച്ച് ഹിമാലയ പർവ്വതവും ഞാനാകുന്നു. ഭൃഗു മഹർഷി നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാര് ആദ്യമായിട്ട് 7 മഹർഷിമാരുണ്ടായി. ഭൃഗു, മരീചി, അത്രി, പുലസ്ത്യ, പുലഹ, കൃതു, വസിഷ്ഠ. ഇവരാണ് 7 പ്രോമിനന്റ് ആയിട്ടുള്ള മഹർഷിമാര്. അതിൽ വെച്ചിട്ട് ഏറ്റവും ഉന്നത തല നിലവാരത്തിലുള്ള മഹർഷിയാണ് ഭൃഗു മഹർഷി. പണ്ടൊരിക്കൽ ഈ സരസ്വതി നദിയുടെ കരയിൽ വെച്ചിട്ട് ഒരു കൂട്ടം മഹർഷിമാര് അവിടെ ഇരുന്നിട്ട് ചർച്ച ചെയ്യായിരുന്നു. അതായത് ഈ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവരിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉന്നതനായിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ള കാര്യം ചർച്ച ചെയ്യായിരുന്നു. അപ്പോ അത് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? അത് പരീക്ഷിച്ച് തന്നെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോ അത് പരീക്ഷിക്കാനായിട്ട് ഭൃഗു മഹർഷി അവരെ ഏർപ്പാടാക്കി. അങ്ങനെ ഭൃഗു മഹർഷി ആദ്യം തന്നെ ബ്രഹ്മദേവന്റെ അടുത്ത് പോയി. അപ്പോ ബ്രഹ്മദേവന്റെ മകനാണ് അല്ലേ? അപ്പോ ബ്രഹ്മലോകത്ത് ചെന്ന് അപ്പൊ ബ്രഹ്മദേവനെ കണ്ടു. പക്ഷെ ബ്രഹ്മദേവനെ നമസ്കരിച്ചില്ല, ആദരിച്ചില്ല, പ്രണമിച്ചില്ല. അപ്പോ ഇത് കണ്ടിട്ട് ബ്രഹ്മദേവന് കോപം വന്നു. തന്റെ പുത്രൻ വന്നിട്ട് തന്നോട് ബഹുമാനം കാണിക്കുന്നില്ല എന്നുള്ള ആ ഒരു നിലവാരത്തില് ബ്രഹ്മദേവന് കോപം വന്നു. പക്ഷെ ഉടനെ തന്നെ ബ്രഹ്മദേവന് മനസ്സിലായത് താൻ അവനെ കോപിക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് തന്നെ കോപത്തിനെ അടക്കി. പക്ഷെ എന്നിരുന്നാലും ബ്രഹ്മദേവന് കോപം വന്നു. പിന്നെ രണ്ടാമത് ഭൃഗു മഹർഷി മഹാദേവന്റെ അടുത്ത് പോയി കൈലാസത്തില്. അപ്പൊ മഹാദേവൻ ഭൃഗു മഹർഷിയുടെ ജ്യേഷ്ഠനായിട്ട് വരും. കാരണം ബ്രഹ്മദേവന്റെ പുത്രൻ തന്നെയാണ് മഹാദേവനും. അപ്പോ ജ്യേഷ്ഠൻ വേഗം ഇരിപ്പിടത്തിൽ നിന്നിട്ടിട്ട് അനിയനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടി വന്നു. പക്ഷെ ഭൃഗു മഹർഷി അത് ഗൗനിച്ചില്ല. ഏട്ടന്റെ ആ സ്നേഹത്തിനെ തിരസ്കരിച്ചു. അപ്പോ ഇത് കണ്ടിട്ട് ചേട്ടന്റെ കോപം വന്ന് അങ്ങനെ ഭൃഗു മഹർഷിയെ വധിക്കാൻ വരെ തന്റെ തൃശ്ശൂരം എടുത്തുകൊണ്ട് പുറപ്പെട്ടു. പക്ഷെ പാർവതി ദേവി ഇടപെട്ടിട്ട് വിലക്കി. സ്വന്തം അനിയനാണ്, അങ്ങ് വധിക്കാൻ പാടില്ല. ഇവനും കോപം വന്നു. മൂന്നാമതായിട്ട് ഭൃഗു മഹർഷി വൈകുണ്ഠത്തിൽ പോയി. അപ്പോ ഭഗവാൻ ആ സമയത്ത് ലക്ഷ്മി ദേവിയുടെ മടിയില് തല താഴ്ചച്ചുകൊണ്ട് അങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. ഭൃഗു മഹർഷി ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് ഓടിച്ചെന്ന് നെഞ്ചത്ത് നോക്കി ചവിട്ട് കൊടുത്തു. അപ്പോ ഭൃഗു മഹർഷി വിചാരിച്ച എന്താണ്, ഭഗവാൻ കോപിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഭഗവാൻ കോപിച്ചില്ല. പകരം ഭഗവാനും ലക്ഷ്മി ദേവിയും അവരുടെ ഇരിപ്പിടത്തിൽ നിന്നിട്ട് വളരെ ആദരപൂർവ്വം ഭൃഗു മഹർഷിയെ സ്വീകരിച്ചിരുത്തി സ്വാഗതം ചെയ്തു, പാദ സേവനം ചെയ്തു. അങ്ങനെ ഭൃഗു മഹർഷിയുടെ പാദം തടവി കൊടുത്തുകൊണ്ട്, അങ്ങയുടെ ഈ പാദങ്ങൾ നൊന്ത് കാണും, എൻ്റെ ഈ ഇരുമ്പ് പോലെയുള്ള നെഞ്ചത്ത് ചവിട്ടിയത് കാരണം അല്ലെ എന്ന് ചോദിച്ചിട്ട് ഭൃഗു മഹർഷിയോട്
മാപ്പിരന്നു. ലക്ഷ്മി ദേവിയും ഭൃഗു മഹർഷിക്ക് സേവനം ചെയ്തു. അപ്പോ ഇത് കണ്ടിട്ട് ഭൃഗു മഹർഷി കരഞ്ഞുപോയി എന്നാ പറയുന്നത്. അങ്ങനെ തിരിച്ചു വന്നിട്ട് എല്ലാ മഹർഷിമാരോടും പറഞ്ഞു, യാതൊരു സംശയവുമില്ല, ഭഗവാൻ വിഷ്ണു തന്നെയാണ് ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ അത്രയും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു മഹർഷിയാണ് ഭൃഗു മഹർഷി. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് മഹർഷിമാരിൽ വെച്ചിട്ട് ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി ഭൃഗു മഹർഷി, അത് എന്റെ തന്റെ പ്രതിനിധിയാണ് എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഗിരാം അസ്മി ഏകം അക്ഷരം. ഏകം അക്ഷരം ഓംകാരം. നമുക്കറിയാം ഏതൊരു വേദമന്ത്രങ്ങളും തുടങ്ങുന്നത് ഓംകാരത്തോടു കൂടിയിട്ടാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അങ്ങനെ തുടങ്ങിയിട്ട് എത്രയൊക്കെ വേദമന്ത്രങ്ങളുണ്ടോ അതെല്ലാം തന്നെ തുടങ്ങുന്നത് ഓംകാരത്തോടു കൂടിയിട്ടാണ്. നമ്മുടെ ഭാഗവതം വായിക്കുമ്പോഴും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ആ ഓംകാരം അത് മന്ത്രം ഉണ്ട്. ഓംകാരത്തോട് തുടങ്ങാത്ത ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മളെപ്പോഴും നാമജപം ചെയ്യുമ്പോൾ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് നമ്മൾ ജപിക്കാറുള്ളൂ. അല്ലാതെ ഓം മെടഞ്ഞിടുമ്പോൾ അത് മൂന്ന് എടുത്തിട്ടാണ്, മൂന്ന് ഇതായിട്ട് എടുത്തിട്ടാണ് അവര് മെടഞ്ഞിടുന്നത് അല്ലെ. പക്ഷെ അതിൽ രണ്ടെണ്ണേ നമ്മൾ പുറത്തേക്ക് കാണുള്ളൂ, ഒന്ന് കാണില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ ഓംകാരം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനകത്തുണ്ട്, ബിൽറ്റിൻ ആയിട്ടുണ്ട്. നമുക്ക് കാരണം അത് ജപിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റേത് മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ഓംകാരം വേണം. അതുകൊണ്ടാണ് ഏകാക്ഷരം ഓംകാരമാണ് സ്പന്ദനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നത്. പിന്നെ യജ്ഞാനാം ജപയജ്ഞ, എല്ലാ യജ്ഞങ്ങളിലും വെച്ചിട്ട് ഏറ്റവും മഹത്തരമായിട്ടുള്ള യജ്ഞമാണ് ജപയജ്ഞം, തിരുനാമ ജപം. പ്രത്യേകിച്ചും ഈ കലിയുഗത്തിലേക്ക് മറ്റുള്ള ഒരു യജ്ഞങ്ങളും തന്നെ പ്രാവർത്തികമല്ല. അതിന് വേണ്ട ദ്രവ്യങ്ങളോ അതിന് പറ്റിയ രീതിയിലുള്ള ബ്രാഹ്മണന്മാരോ അല്ലെങ്കിൽ സ്ഥല സൗകര്യങ്ങളോ അല്ലെങ്കിൽ പറ്റിയ സമയമോ ഇതൊന്നും തന്നെ ലഭ്യമല്ലാത്തത് കൊണ്ട് ശ്രീ ചൈതന്യ മഹാവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥിത നിയമിത സ്മരണേന കാലഹ. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ കാലങ്ങളോ ഒന്നും തന്നെയില്ല. നമുക്ക് ഏത് സമയത്തും ജപിക്കാവുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതുകൊണ്ട് നാമജപങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് തിരുനാമജപമാണ്. അത് മാത്രമല്ല എല്ലാതരം യജ്ഞങ്ങളിലും വെച്ചിട്ട് പ്രാധാന്യം അറിയിക്കുന്നതും തിരുനാമജപം തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആ തിരുനാമം ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമല്ല. അതില് ഭഗവാന്റെ എല്ലാ ശക്തികളും അതില് ഭഗവാൻ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് നാമത്തില്. അതുകൊണ്ട് നാമജപം ആണ് ഈ കലിയുഗത്തിലേക്ക് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? സ്ഥാവരാണാം ഹിമാലയ. സ്ഥാവരം എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു പർവ്വതങ്ങളിൽ വെച്ചിട്ട് മഹാമേരുവാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. ആ മേരു പർവ്വതം ഞാനാണെന്ന് ഭഗവാൻ പറയണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഹിമാലയമോ? മേരുപർവ്വതം പലപ്പോഴും ചലിക്കാറുണ്ട്, പക്ഷെ ഹിമാലയത്തിന് ഒരിക്കലും ചലനം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്ഥാവരം, ചലിക്കാത്തതിൽ വെച്ചിട്ട് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഹിമാലയമാണ് എന്ന് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ്. ശ്ലോകം 26. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ
ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപി ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ അശ്വത്ഥഃ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമഃ ഓം ദേവാസുരേ ദേവർഷീണാം നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. കൃഷ്ണ. ഹരേ കൃഷ്ണ. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദാം ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനിഃ. ഹരേ കൃഷ്ണ. വൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അശ്വത്ഥഃ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാരിവർത്തനം ഭാവാർത്ഥം. സർവവൃക്ഷാണാം വൃക്ഷങ്ങളിൽ വെച്ച് അശ്വത്ഥഃ അശ്വത്ഥവും അരയാലും. ദേവർഷീണാം ദേവർഷികളിൽ വെച്ച് നാരദഃ നാരദനും. ഗന്ധർവാണാം ഗന്ധർവന്മാരിൽ വെച്ച് ചിത്രരഥഃ ചിത്രരഥനും. സിദ്ധാനാം യോഗസിദ്ധി നേടിയവരിൽ വെച്ച് കപിലമുനി ച കപിലമുനിയും അഹം അസ്മി ഞാനാകുന്നു. വൃക്ഷങ്ങളിൽ വെച്ച് അശ്വത്ഥവും ഗന്ധർവന്മാരിൽ വെച്ച് ചിത്രരഥനും യോഗസിദ്ധി നേടിയവരിൽ വെച്ച് കപിലമുനിയും ഞാനാകുന്നു. അശ്വത്ഥം അല്ലെങ്കിൽ അരയാൽ വൃക്ഷം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന നമ്മളുടെ ഏതൊരു ക്ഷേത്രങ്ങളുണ്ടെങ്കിലും അതിൻ്റെ മുന്നില് ഒരു അരയാൽ വൃക്ഷം, ഒരു ആൽത്തറ, അതിലൊരു വിളക്കുമാടം, ഇതെല്ലാം നമ്മൾ പൊതുവെ കാണുന്നതാണ്. ഭാരതത്തിലെ ജനങ്ങള് സ്മരണാതീത കാലം മുതൽക്ക് തന്നെ ഈ അരയാൽ വൃക്ഷത്തിനെ ആരാധിച്ചു വരുന്നുണ്ട്. അരയാൽ വൃക്ഷത്തിന് പ്രദക്ഷിണം വെക്കും, പൂജ ചെയ്യും. അങ്ങനെ പല രീതിയിലും ആൽവൃക്ഷത്തിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ആരാധിക്കുന്നത്, പക്ഷെ വളരെ മഹത്തരമാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ അത് ചെയ്തു വരുന്നു. അതിൻ്റെ ആ ഇലകൾ തന്നെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. വേറെ ഒരു വൃക്ഷത്തിന്റെ ഇലകൾക്കും ഇത്രയും അരയാൽ വൃക്ഷത്തിന്റെ ഇലയെ പോലെ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല. അത് മാത്രമല്ല ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ അതിൽ നിന്നും ഓക്സിജൻ വന്നുകൊണ്ടേയിരിക്കും. രാത്രി സമയത്ത് പോലും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൃക്ഷമാണ് അരയാൽ വൃക്ഷം. അരയാൽ വൃക്ഷത്തിന്റെ ചുവട്ടില് പണ്ട് കാലത്തൊക്കെ ആൾക്കാർ വിശ്രമിക്കാറുണ്ട്. ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോയി, ഇപ്പൊ കഥകളിക്കൊക്കെ പോയി കഴിഞ്ഞാൽ കഥകളി കഴിഞ്ഞ് നേരെ വൃക്ഷത്തിന്റെ അരയാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി കിടന്നുറങ്ങും. രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു ഫ്രഷ് ആയിരിക്കും. ഈ രാത്രി വേണ്ടിയിരുന്ന് കഥകളി കണ്ട ക്ഷീണമൊന്നും അവർക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ്, അത്രയധികം ഓക്സിജനാണ് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോ സയന്റിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അരയാൽ വൃക്ഷം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വൃക്ഷമാണ്. അത് മാത്രമല്ല ഭഗവാന്റെ പ്രതിനിധിയാണ്. ഭഗവാൻ 15ാമത്തെ അധ്യായത്തില് നമ്മളുടെ ഈ ഭൗതിക ജീവിതത്തിനെ അരയാൽ വൃക്ഷത്തിനോട് ആണ് ഉപമിച്ചിരിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളില് ഭഗവാനെ പറയുന്നുണ്ട്. ഊർദ്ധമൂലം അധശാദം അശ്വത്ഥം പ്രാഹുരവ്യം തുടങ്ങിയിട്ടുള്ള 4 ശ്ലോകങ്ങളില് അശ്വത്തിന് അല്ലെങ്കിൽ അരയാൽ വൃക്ഷത്തിനോടാണ് ഈ ഭൗതിക ജീവിതത്തിന് ഉപമിച്ചിരിക്കുന്നത്.
അതിന്റെ ചില്ലകളൊക്കെ ഇന്ദ്രിയ വിഷയങ്ങളാണ്, അങ്ങനെ പല പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉയരം കൂടിയതും അതുപോലെ തന്നെ സൗന്ദര്യം ഉള്ളതുമായിട്ടുള്ള വൃക്ഷമാണ് ഈ അരയാൽ വൃക്ഷം. അത് മാത്രമല്ല ഭഗവാന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെ വളരെ റെസ്പെക്റ്റോടുകൂടി ആരാധിക്കുന്നുണ്ട് അരയാൽ വൃക്ഷത്തിന്. പിന്നെ പറയുന്നത് എന്താണ്? ദേവർഷിണാം നാരദ. ദേവർഷിമാരിൽ വെച്ചിട്ട് ഏറ്റവും പ്രമുഖനാണ് നാരദ മഹർഷി. നാരദ മഹർഷി എപ്പോഴും എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കാനായിട്ട് അദ്ദേഹം സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വസിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ശാപം കിട്ടിയിട്ടുണ്ട്. അത് ഒരു അനുഗ്രഹമാണ്, ശാപമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു വ്യക്തിഭേദം ഇല്ലാതെ, നാരദ മഹർഷി ഇപ്പോ മനുഷ്യരുടെ ഇടയിലോ അല്ലെങ്കിൽ ദേവന്മാരുടെ ഇടയിലോ മാത്രമല്ല, അദ്ദേഹം അസുരലോകത്തും പോകും. പക്ഷെ ഒരാളും തന്നെ, അസുരന്മാരായിക്കോട്ടെ, ഗന്ധർവന്മാരായിക്കോട്ടെ, ചാരണന്മാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരെല്ലാവരും നാരദ മഹർഷിയെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. ഒരാളും തന്നെ നാരദ മഹർഷിയെ വഴക്ക് പറയുന്നതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. കാരണം അത്രയും ഒരു മാന്യ വ്യക്തിയാണ് നാരദ മഹർഷി. അത് മാത്രമല്ല അദ്ദേഹം ധ്രുവന്റെയും പ്രഹ്ലാദന്റെയും എല്ലാം തന്നെ, അത് മാത്രമല്ല കാട്ടാളന്മാരുടെ വരെ അദ്ദേഹം ഗുരുവാണ്. അവർക്കെല്ലാം ഭഗവാന്റെ തിരുനാമം പറഞ്ഞു കൊടുത്തത്, അവരെ അത് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിച്ചത്, ഇതെല്ലാം തന്നെ നാരദ മഹർഷിയാണ്. ഭഗവാന് സേവനം അർപ്പിക്കണം എന്നുള്ള ആ ഒരു ചിട്ടപ്പെടുത്തിയിട്ട് അത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അത് നാരദ മഹർഷിയാണ്. നാരദ പഞ്ചരാത്ര വിധി എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെയുണ്ട്. അതിനകത്തുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് എപ്രകാരം നമ്മൾ ദേവാരാധന ചെയ്യണം എന്നുള്ളത് നാരദ മഹർഷി പറയുന്നുണ്ട്. ആ നാരദ മഹർഷിയോടെയാണ് ഭഗവാൻ പറയുന്നത്, നാഹം തിഷ്ഠാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു വാ എത്ര ഗായന്തി മദ്ഭക്ത തത്ര തിഷ്ഠാമി നാരദ എന്ന് പറയുന്നത്. ഞാൻ വൈകുണ്ഠത്തിലല്ല വസിക്കുന്നത്, ഞാൻ യോഗിമാരുടെ ഹൃദയത്തിലുമല്ല വസിക്കുന്നത്. എവിടെയാണോ എൻ്റെ ഭക്തന്മാർ എൻ്റെ തിരുനാമം ജപിക്കുന്നത് അവിടെ ഞാനുണ്ടാകും. നാരദ മഹർഷിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും തിരുനാമം ജപിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നാരദ മഹർഷിയുടെ കൂടെ ഭഗവാൻ ഉണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഭഗവാനോട് പറയുന്നത് ദേവർഷിമാരിൽ വെച്ചിട്ട് ഏറ്റവും പ്രമുഖനാണ് നാരദ മഹർഷി എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഗന്ധർവാണാം ചിത്രരഥ. ഗന്ധർവന്മാരിൽ വെച്ചിട്ട് ചിത്രരഥൻ. അർജുനനെ സംഗീതം പഠിപ്പിക്കുന്ന ചിത്രരഥനാണ്. അപ്പോ ഈ ഭഗവാൻ പറയുന്നത് എന്താണ്? അങ്ങനെയുള്ള ആ ഗന്ധർവന്മാരിൽ വെച്ചിട്ട് ചിത്രരഥനാണ് ഞാൻ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? സിദ്ധാനാം കപിലോ മുനി. യോഗസിദ്ധി നേടിയവരിൽ വെച്ചിട്ട് കപിലമുനി. കർത്തവ മുനിയുടെയും ദേവഹൂതിയുടെയും മകനായിട്ട് ഭഗവാൻ തന്നെ കപിലമുനിയായിട്ട് അവതരിച്ചു. സ്വന്തം മാതാവിന് സാങ്ഖ്യയോഗ സിദ്ധാന്തം പറഞ്ഞു കൊടുക്കുന്നത് കപിലമുനിയാണ്. ഒരു ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥയെക്കുറിച്ചിട്ട് എപ്രകാരമാണ് ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം കഷ്ടപ്പെടുന്നത് എന്നുള്ളത് സ്വന്തം അമ്മയ്ക്ക് ഭഗവാൻ കപില മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള മുനിമാരിൽ വെച്ചിട്ട് സിദ്ധി നേടിയ മുനിമാരിൽ വെച്ചിട്ട് കപിലമുനിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ആ കപിലമുനി ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ശ്ലോകം 27. ഉച്ചൈസ്രവസ്സമശ്വാനാം വിത്തിമാം അമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. ഉച്ചൈസ്രവസ്സമശ്വാനാം വിദ്ധി മാം അമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. ഉച്ചൈസ്രവസ്സമശ്വാനാം വിദ്ധി മാം അമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉച്ചൈഷവസംശ്വാനാം വിദ്ധിമാമൃതോത്സവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉച്ചൈശ്രവസ്വമശ്വാനാം വിദ്ധിമാമൃതോത്ഭവം ഐരാവതം രജേന്ദ്രാണാം നരാണാം ച നിരാധിപം. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ആശ്വാനാം വിദ്ധിമാമൃതോത്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. ഹരേ കൃഷ്ണ. ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധിമാമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉച്ചൈശ്രവസമാശ്വാന വിദ്ധിമാ അമൃതോത്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. ഹരേ കൃഷ്ണ. ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധിമാമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉച്ചൈശ്രവസാം വിദ്ധിമാമൃതോത്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധിമാമൃതോത്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാന്റെ വിവർത്തനം ഭാവാർത്ഥവും അശ്വാനാം അശ്വങ്ങളിൽ വെച്ച് അമൃതോദ്ഭവം പാലാഴിയിൽ നിന്നും ജനിച്ചതായ ഉച്ചൈശ്രവസം ഗജേന്ദ്രാണാം ഗജേന്ദ്രന്മാരിൽ വെച്ച് ഐരാവതം ഇന്ദ്രവാഹനമായ ഐരാവതവും നരാണാം മനുഷ്യരിൽ നരാധിപം രാജാവും മാം വിദ്ധി ഞാനാണെന്ന് അറിയുക. അശ്വങ്ങളിൽ വെച്ച് പാലാഴിയിൽ നിന്നും ജനിച്ചതായ ഉച്ചൈശ്രവസും ഗജേന്ദ്രന്മാരിൽ വെച്ച് ഇന്ദ്രവാഹനമായ ഐരാവതവും മനുഷ്യരിൽ രാജാവും ഞാനാണെന്ന് അറിയുക. അമൃതോദ്ഭവം എന്ന് പറഞ്ഞെങ്കിൽ പാലാഴിൽ നിന്നും ഉദ്ഭവിച്ചതായ രണ്ടുപേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാലാഴിൽ നിന്നും ഉദ്ഭവിച്ചത് ഒന്ന് ഉച്ചൈശ്രവസ് എന്ന് പറയുന്ന കുതിര, പിന്നെ ഗജേന്ദ്രൻ ഐരാവതം എന്ന് പറയുന്ന ആന. പണ്ടിതുപോലെ അമൃത് ലഭിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് പാലാഴി കടയുണ്ടായി. ക്ഷീരസാഗരം മന്ദരപർവ്വതത്തിനെ കടകോലാക്കി വാസുകിയെ കയറാക്കി. അങ്ങനെ ഭഗവാൻ തന്നെ ആ പർവ്വതം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു സമുദ്രത്തില്. ഭഗവാൻ തന്നെ കൂർമ്മത്തിന്റെ അവതാരം എടുത്തുകൊണ്ട് ആ പർവ്വതത്തിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ പാലാഴി കഴിയുന്ന സമയത്ത് ആദ്യം തന്നെ കാളകൂട വിഷം വന്നു. അത് മഹാദേവൻ പാനം ചെയ്തു. അങ്ങനെയാണ് മഹാദേവന് നീലകണ്ഠൻ എന്നുള്ള പേര് കിട്ടിയത്. പിന്നെ അതിൽ നിന്ന് ഈ ഉച്ചൈശ്രവസ് വന്നു, കുതിര. അതിനുശേഷം പിന്നെ ഐരാവതം വന്നു. ആ ഐരാവതത്തിനെ ഇന്ദ്രൻ എടുത്തു. ഐരാവതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വെളുത്ത കളറാണ്. പിന്നെ അതിന് 4 കൊമ്പുകളുണ്ട്. അപ്പോ ഉച്ചൈശ്രവസിനെ ആരെടുത്തു? ബലി മഹാരാജ് എടുത്തു. ഈ യുദ്ധം ചെയ്തിട്ട് മറ്റുള്ള രാജാക്കന്മാരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഉച്ചൈശ്രവസിനെ ബലി മഹാരാജാവ് കൊണ്ടുപോയി. ഐരാവതത്തിനെ ദേവേന്ദ്രനും കൊണ്ടുപോയി. പിന്നെ ഭഗവാൻ തന്നെ ധന്വന്തരി മൂർത്തിയായിട്ട് അമൃതം കൊണ്ട് പുറത്തു വരികയുണ്ടായി. അപ്പൊ അങ്ങനെ ആ പാലാഴി മദനം നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാലാഴിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഈ ഉച്ചൈശ്രവസും ഐരാവതവും. അപ്പോൾ ഈ രണ്ടുപേരും തന്നെ ഭഗവാന്റെ പ്രതിനിധികളാണ്. പിന്നെ പറയുന്ന എന്താണ്? നരാണാം നരാധിപം, മനുഷ്യരിൽ വെച്ചിട്ട് രാജാവ് എന്റെ പ്രതിനിധിയാണ് എന്ന് ഭഗവാൻ പറയുന്നു.
നമുക്കറിയാം പണ്ട് ഇതുപോലെ പരീക്ഷിത് മഹാരാജാവ് വേട്ടയ്ക്ക് വേണ്ടിയിട്ട് കാട്ടിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ദാഹം തോന്നി. അങ്ങനെ ശമീക മഹർഷിയുടെ ആശ്രമത്തിൽ പോയി. ശമീക മഹർഷി ധ്യാനത്തിലിരിക്കുന്നത് കാരണം രാജാവ് വന്നത് അറിഞ്ഞില്ല, വെള്ളം ചോദിച്ചത് കേട്ടതുമില്ല. അപ്പൊ കോപത്തില് പരീക്ഷിത് മഹാരാജാവ് ഒരു ചത്തുപാമ്പിനെ എടുത്ത് ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ശൃംഗി വെള്ളമെടുക്കാൻ പോയ ശൃംഗി തിരിച്ചു വന്നപ്പോൾ അച്ഛന്റെ കഴുത്തില് ചെത്തപാമ്പിനെ കണ്ടു. അങ്ങനെ വാവിട്ട് നിലവിളിച്ചു. അങ്ങനെ ശമീക മഹർഷി കണ്ണു തുറന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ ആരോ അങ്ങയുടെ കഴുത്തില് ചെത്തപ്പാമ്പിനെ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ശൃംഗി ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയത് ആരാണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കി. പക്ഷെ ആ കോപം കൊണ്ട് ശൃംഗി മനസ്സിലാക്കിയില്ല. ആദ്യം നിന്ന് കോപം നിന്ന് അങ്ങനെ ഇത് ചെയ്ത് ആരാണെന്നുണ്ടെങ്കിലും 7 ദിവസത്തിനുള്ളിൽ കർഷകൻ കഴിച്ച് മരിക്കട്ടെ എന്നുള്ളൊരു ശാപവും കൊടുത്തു. പക്ഷെ ശമീക മഹർഷി അത് ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി അത് ചെയ്തത് ആരാണെന്നുള്ളത്. അങ്ങനെ ശൃംഗിയോട് പറയുന്നുണ്ട്, നീ ചെയ്ത വലിയ അനർത്ഥമായി പോയി. കാരണം പരീക്ഷിത് മഹാരാജാവ് നമ്മളുടെ എല്ലാം രക്ഷകനാണ്. രാജാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ്. അതുകൊണ്ട് നീ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് മകനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ശൃംഗി പശ്ചാത്താപം കൊണ്ട് അങ്ങനെ സ്വയം അദ്ദേഹം ആകാശമാർഗെ പരീക്ഷിത് മഹാരാജാവിന്റെ കൊട്ടാരത്തിന്റെ മുകളിൽ പോയിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഞാനൊരു ശാപം ഉരുവിട്ടു പോയി എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരാധിപന്മാരിൽ വെച്ചിട്ട്, രാജാക്കന്മാരിൽ വെച്ചിട്ട് രാജാവ്, മനുഷ്യരിൽ വെച്ചിട്ട് രാജാവാണ് പ്രധാനം. ആ രാജാവ് എന്റെ പ്രതിനിധിയാണ് എന്ന് ഭഗവാൻ ഇവിടെ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നു. ശ്ലോകം 28. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമദുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. ആയുധാനാം അഹം വജ്രം ധേനൂനാം അസ്മി കാമദുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാം അസ്മി വാസുകി. ആയുധാനാം അഹം വജ്രം ധേനൂനാം അസ്മി കാമദുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാം അസ്മി വാസുകി. ഹരേ കൃഷ്ണ. ആയുധാനാമഹം വജ്രം ധേനുനാമസ്മി കാമദുക് പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാമസ്മി വാസുകിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമദുക് പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാമസ്മി വാസുകിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആയുധാനാമഹം വജ്രം ധേനുനാമസ്മി കാമദൂക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ആയുധാനാമഹം വജ്രം ധേനൂനാസ്മി കാമദുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആയുധാനാമഹം വജ്രം ധേനുനാമസ്മി കാമദുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. ഹരേ കൃഷ്ണ. കാമദുക് പ്രജനാച്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാമസ്മി വാസുകീഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാര വിവർത്തനം ഭാവാർത്ഥവും. ആയുധാനാം ആയുധങ്ങളിൽ വെച്ച് വജ്രം ഇടിമിന്നലും ധേനൂനാം പശുക്കളിൽ കാമദുക് കാമധേനുവും പ്രജനഹ സന്താനോൽപത്തി ഹേതുവായ
കന്ദർപ്പ കാമദേവനും സർപ്പാണാം സർപ്പങ്ങളിൽ വെച്ച് വാസുകിയും അഹം അസ്മി ഞാനാകുന്നു. ആയുധങ്ങളിൽ വെച്ച് ഇടിമിന്നലും പശുക്കളിൽ കാമധേനുവും സന്താനോൽപത്തി ഹേതുവായ കാമദേവനും സർപ്പങ്ങളിൽ വെച്ച് വാസുകിയും ഞാനാകുന്നു. അപ്പോ ആയുധാനം വജ്രം. ഇപ്പൊ ഇടിമിന്നലിനെയാണ് ഇവിടെ വജ്രം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇടിമിന്നലിനെ വജ്രം എന്ന് പറയുന്നത്? വജ്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും ഷാർപ്പാണ്. അതുപോലെ തന്നെയാണ് ഇടിമിന്നൽ എന്ന് പറയുന്നത്, വളരെ ഷാർപ്പാണ്. നമ്മൾ ഈ നല്ല ഈ പേമാരിയ സമയത്ത് രാത്രി സമയത്തൊക്കെ ആകാശത്ത് നോക്കി കാണാം ആ ഇടിമിന്നൽ വരുന്നത്. അത് വരുന്നതും പോകുന്നതും കാണില്ല, അത്രയും ഷാർപ്പായിട്ടാണ് അത് വരുന്നത്. അതുപോലെ നല്ല ശക്തിയായിട്ടുള്ള ഒരു ഇടിമിന്നലൊക്കെ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോ അത്രയും ഷാർപ്പാണ് ഇടിമിന്നൽ. ഇന്ദ്രന്റെ ആയുധത്തിന്റെ പേരും വജ്രായുധം എന്ന് തന്നെയാണ്. പണ്ട് അതുപോലെ ദധീജി മഹർഷിയുടെ അസ്ഥി എടുത്തിട്ട് അതിൽ നിന്നാണ് ദധീജി മഹർഷിയോട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പോയിട്ട് ദേവേന്ദ്രൻ ആവശ്യപ്പെടുകയാണ്, ആരല്ലാതെ വേറെ അസ്ഥി കൊടുക്കുന്നത്. അപ്പോ അവസാനം മറ്റേ ദധീജി മഹർഷി അസ്ഥി തരും എന്നുള്ള ആ ഒരു നിഗമനത്തിലെത്തിയിട്ട് അങ്ങനെ ദധീജി മഹർഷി അടുത്ത് പോയി. അപ്പോ ദധീജി മഹർഷി ധ്യാനത്തിലിരിക്കുകയായിരുന്നു. അപ്പൊ ദധീജി മഹർഷി പറഞ്ഞു, ശരി, അങ്ങനെ നിനക്ക് ഈ എന്റെ അസ്ഥി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാണെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ അദ്ദേഹം ആ സമാധിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ എല്ലെടുത്ത് കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് ഈ വജ്രായുധം ഉണ്ടാക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയത്ത് ദേവേന്ദ്രൻ അത് മകനായിട്ടുള്ള അർജുനന് അത് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ആ വജ്രായുധം, അതുപോലെ തന്നെ ഇടിമിന്നൽ, ഇത് എല്ലാം തന്നെ ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ധേനൂനാം കാമതുക്, പശുക്കളിൽ വെച്ചിട്ട് കാമധേനു, സുരഭി പശു ആണ് ഏറ്റവും പ്രാമുഖ്യം അർഹിക്കുന്നത്. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് അല്ലെ, ചിന്താമണി പ്രകര സത്മസു കൽപവൃക്ഷ രക്ഷാവൃതേഷു സുരഭീർ അഭിപാലയന്തം. സുരഭീർ അഭിപാലയന്തം ഒരുപാട് കുറച്ചല്ല. അവിടെ ഗോലോക വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ സുരഭി പശുക്കൾ മാത്രമേ ഉള്ളൂ. ഭഗവാൻ സുരഭി പശുവിന്റെ പാല് മാത്രമാണ് കുടിക്കുന്നത്. പണ്ടിതുപോലെ ഈ ബ്രഹ്മദേവൻ ബ്രഹ്മവിമോഹന ലീല 10ാം സ്കന്ധത്തില് പറയുന്നുണ്ട്. അപ്പോ ബ്രഹ്മദേവൻ പശുക്കളെയൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് പിന്നീട് തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് മാപ്പ് ചോദിക്കാനായിട്ട് ഭയം ഉള്ളത് കാരണം സുരഭി പശുവിനെയും വിളിച്ചുകൊണ്ടാണ് ഈ ഇവിടെ ഭൂമിയിലോട്ട് വരുന്നത്, വൃന്ദാവനത്തിൽ വരുന്നത്. ഞാൻ ആ ഗോവർദ്ധൻ വ്രത്തിന്റെ അടുത്ത് വെച്ചിട്ട് അങ്ങനെ ബ്രഹ്മദേവൻ ആ സുരഭി പശുവിന്റെ പാല് ചുരത്തിയെടുത്തിട്ട് അതുകൊണ്ടാണ് ഭഗവാന് അഭിഷേകം ചെയ്തത്. ആ ഗോവിന്ദകുണ്ട്, ആ പാല്, ഭഗവാൻ അഭിഷേകം ചെയ്ത ആ പാലാണ് ഗോവിന്ദകുണ്ടമായിട്ട് മാറിയത്. ഇപ്പോഴും ഉണ്ട് വൃന്ദാവനത്തിൽ ഗോവർദ്ധനത്തിൽ പോയാൽ നമുക്ക് ആ ഗോവിന്ദകുണ്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. ഗോവിന്ദമാദിപുരുഷം ഭജാമി. അപ്പോ അങ്ങനെ ആ ഭഗവാന് സുരഭി പശുവിന്റെ പാല് കൊണ്ടാണ് അഭിഷേകം ചെയ്തത്. ഭഗവാൻ സുരഭി പശുവിന്റെ പാലാണ് ഓരോ വൃന്ദാവനത്തിൽ എപ്പോഴും കുടിക്കുന്നത്. ഭഗവാന് പശുക്കളെ വളരെ കാര്യമാണ്, പ്രത്യേകിച്ചും സുരഭി പശുവിനെ വളരെ കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ സുരഭി പറയുന്ന പശു ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് പ്രജനഹ, സന്താനോൽപത്തി ഹേതുവായ കന്ദർപ്പ, കാമദേവനും താനാണ് എന്ന് പറയുന്നത്. അപ്പോ ഈ നമുക്കെല്ലാവർക്കും തന്നെ സന്താനോൽപത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാമദേവന്റെ സഹായമില്ലാതെ പറ്റില്ല. പലരും ഉണ്ട്, ഇപ്പൊ പുരുഷനാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം, അവർക്ക് സന്താനോൽപത്തി നടത്താനായിട്ടുള്ള കഴിവുണ്ടാവില്ല. കാരണം എന്താണ്, അവർക്ക് ഏതെങ്കിലും ഇതിലുള്ള ശാപം കിട്ടിയിട്ട് അവർക്ക് അതിനുള്ള ആ കഴിവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോ കന്ദർപ്പൻ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. നമുക്ക്
കൂടുതൽ കൂടുതൽ വൈഷ്ണവരെയും വൈഷ്ണവിമാരെയും ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കാമദേവന്റെ സഹായം കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാമദേവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധിയാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണെന്ന് പറയുന്നത് അല്ലെ. ആത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവിന്റെ ഒരു അംശമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കന്ദർപ്പൻ എന്ന് പറയുന്ന വ്യക്തിയും ഭഗവാന്റെ തന്നെ ഒരു അംശമാണ്. അപ്പോ കന്ദർപ്പന് ഇത്രയും കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഭഗവാന് എത്രയും കഴിവുണ്ടാവും. അതുകൊണ്ടാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നത് കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം. കോടിക്കണക്കിന് കന്ദർപ്പന്മാരുടെ സൗന്ദര്യമാണ് ഭഗവാനുള്ളത്. കന്ദർപ്പന്റെ സൗന്ദര്യം തന്നെ നമ്മൾ വളരെ വിശേഷപ്പെട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ കോടിക്കണക്കിന് കന്ദർപ്പന്മാരുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശേഷപ്പെട്ടതായിരിക്കും. അതാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ പ്രകൃതിയാണ് കന്ദർപ്പൻ, കാമദേവൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? സർപ്പാണാം, സർപ്പങ്ങളിൽ വെച്ചിട്ട് വാസുകി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാലാഴി മദനത്തിലെ വാസുകിയാണ് കയറായിട്ട് ഉപയോഗിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ 8ാം സ്കന്ധത്തില് അത് പറയുന്നുണ്ട്. നാഗരാജം ആമന്ത്ര്യ ഫലഭാഗേന വാസുകിം പരിവീയ ഗിരൗ തസ്മിൻ നേത്രമബ്ധിം മുദാന്വിതാഃ ആരേപിരേ സുരായത്ത അമൃതാർത്ഥേ ഗുരുദ്വഹ എന്ന് പറയുന്നുണ്ട്. സുഖദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് പറയുന്നതാണ്. തേ നാഗരാജം ആമന്ത്ര്യ, നാഗരാജനായിട്ടുള്ള ആ വാസുകിയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് എന്ത് പറഞ്ഞിട്ടാണ് ഇൻവൈറ്റ് ചെയ്തത്? ഈ പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃതിന്റെ ഒരു ഭാഗം അങ്ങേക്കും തരാം എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് വാസുകിയെ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ വാസുകിയെ കയറാക്കിക്കൊണ്ടിട്ട് അവര് പാലാഴി മദനം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ വാസുകി ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് ഭഗവാന്റെ വിഭൂതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, അഭിപ്രായങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഭാഗവതത്തിൽ നിന്നുള്ള കഥകളെ കുറിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും വിളിക്കാം? പറയൂ. പ്രഭു, പരമശിവന് ബ്രഹ്മാവിന്റെ പുത്രനാണോ? അതെ, ബ്രഹ്മാവിന് കോപം വന്നപ്പോൾ ആദ്യം സൃഷ്ടിച്ച മഹർഷിമാരോട് സൃഷ്ടി നടത്താൻ പറഞ്ഞപ്പോഴേ അവര് അതിന് കൂട്ടാക്കിയില്ല, കുമാരന്മാരും കൂട്ടാക്കിയില്ല. അപ്പോ ബ്രഹ്മദേവന് കോപം വന്നു. അങ്ങനെ ബ്രഹ്മദേവന്റെ ആ കോപത്തിൽ നിന്നാണ് മഹാദേവൻ ഉണ്ടാകുന്നത്. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. സംശയമുണ്ട് ഹരേ ചോദിക്കാൻ? കൃഷ്ണ പ്രഭുജി. പ്രഭുജി, ഈ ഏകാദശിയെ കുറിച്ചൊന്ന് പറയാം. 2 ദിവസമാണെന്ന് പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. 2 ദിവസമാണെന്ന് പറയുന്നു. ഇവിടേക്ക് കേരളത്തിൽ ശനിയാഴ്ചയാണല്ലോ. 6-ാം തീയതിയാണ് നമ്മൾ കലണ്ടറിൽ ഉള്ളത്. അതെ, പക്ഷെ ഇവിടെ 7-ാം തീയതി. അതുകൊണ്ട് 2 ദിവസത്തിൽ ഏതാണ് ഇവിടുത്തേന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാ അത് ചോദിച്ചത്. അവിടെ ലോക്കലായിട്ട് തന്നെ അന്വേഷിക്കണം. തിരുവനന്തപുരം സെൻട്രലിൽ ചോദിച്ചിട്ട് മനസ്സിലാക്കുക. ഗോവിന്ദരാജ് പ്രഭു ഗ്രൂപ്പില് ഒന്ന് അന്വേഷിച്ച് പറഞ്ഞു കൊടുക്കൂട്ടെ പ്രഭു. ഓക്കെ പ്രഭു, അത് എല്ലാ ഏകാദശിയും ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, അത് ഇട്ടോളാം. ഓക്കെ. ഹരേ കൃഷ്ണ. വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വരിക, പ്രഭുജിയുടെ ആദരപൂർവ്വം 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ